ഓക്കെ, ഇതിനകത്ത് ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ആകുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇതിൻ്റെ കോസ്റ്റ് 0.71 ആണ്. ഓക്കെ, 12 ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഈ സാധനം വീണ്ടും പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റിയും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തു. അതിൻ്റെ പ്രൈസ് വന്നിട്ട് കൂടി. ഇപ്പോൾ 0.71 ആയിരുന്നു പ്രൈസ്. ഓക്കെ, അത് വന്നിട്ട് ഞാൻ 1.25 ആക്കി. ഓക്കെ, അപ്പോൾ ഞാനത് എൻ്റർ അടിച്ചു. ഓക്കെ, ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ഓക്കെ, 12 ക്വാണ്ടിറ്റി 1.25 ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അത് സേവ് ചെയ്യുകയാണ്. ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ആയി, ആവറേജ് കോസ്റ്റായി. അപ്പോൾ ഈ കോസ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്, ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് 12 ആയിരുന്നു. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 0.71 ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തത് 1.25-ന് 10 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡിലാവുമ്പം നമ്മൾ ഓൾഡ് സ്റ്റോക്ക് വാല്യൂ ആദ്യം കാണും. 0.71 × 12, അപ്പോൾ 8.52 ആണ് ഓൾഡ് സ്റ്റോക്ക് വാല്യൂ. ന്യൂ സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത് 1.25 × 10, അപ്പോൾ 1.25 × 12 12.5. അപ്പോൾ ടോട്ടൽ നമുക്ക് 21.02ൻ്റെ സ്റ്റോക്ക് വാല്യൂ ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആഫ്റ്റർ ന്യൂ പർച്ചേസ്. അപ്പോൾ നമ്മളിതിൻ്റെ കോസ്റ്റ് വാല്യൂ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ന്യൂ സ്റ്റോക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി, അതായത് 10 + 12, അപ്പോൾ 22. അപ്പോൾ 21.02 ഡിവൈഡഡ് ബൈ 22 = 0.96. 0.95 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 0.96. അപ്പോൾ നമ്മൾ പഴയ പ്രൊഡക്റ്റിനും പുതിയ പ്രൊഡക്റ്റിനും ഈ കോസ്റ്റ് നമ്മൾ അപ്ലൈ ആയി. അപ്പോൾ നമ്മൾ ഈ ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഈ പുതിയ പ്രൈസ് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ് എല്ലാ ഇതിലേക്കും എഫക്റ്റ് ആയി. ഓക്കെ, ആവറേജ് കോസ്റ്റ് അപ്പോൾ 0.96 ആണ് കോസ്റ്റ് വരുന്നത്. അടുത്തത് നമുക്ക് 2 ബാർകോഡുള്ള ഒരു ഐറ്റത്തിന് നോക്കാം. ഇപ്പോൾ നമ്മൾക്കിപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഔട്ടർ 18 കോസ്റ്റും പീസസ് 0.75 ആണ്. ഇപ്പോൾ ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പം 18 ആയിരുന്നു പ്രൈസ്. അപ്പോൾ ഞാനത് 20 ദിർഹംസിന് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്, ഒരു 5 പീസ്. ഓക്കെ, ഞാനിത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ആയി. ഓക്കെ, അതുപോലെ ഔട്ടറിൻ്റെ പ്രൈസ് ചേഞ്ച് ആയി. നേരത്തെ 18 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 19.82 ആയി. 0.75 ഉണ്ടായിരുന്നതിൻ്റെ കോസ്റ്റ് 0.95 ആയി. അതും നമ്മൾ മുമ്പേ പറഞ്ഞ ആ സെയിം കാൽക്കുലേഷൻ മെത്തേഡിലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിതിൻ്റെ ഔട്ടറിൻ്റെ ബാർകോഡും ഇതിൻ്റെ പ്രൈസും പീസസിൻ്റെ ബാർകോഡിൻ്റെ പ്രൈസും പ്രോപ്പറായിട്ട് ചേഞ്ച് ആവും. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പീസസ് പെർ ടൈപ്പ് കൊടുക്കുന്നതും ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഔട്ടർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഔട്ടറിനകത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഔട്ടറിനകത്ത് എത്ര പീസാണ് വരുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പീസസ് പെർ ടൈപ്പ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐറ്റം മാസ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് ആവും. ഇനിയിപ്പോൾ ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ഞാനിങ്ങനെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ടെസ്റ്റ് പ്രൊഡക്റ്റ് ജസ്റ്റ് ടെസ്റ്റ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിപ്പോൾ ഞാൻ കാർട്ടണിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. കാർട്ടണിലാണത് ഔട്ടറിന് വിചാരിച്ചു. ഒരു ഔട്ടറിനകത്ത് 12 പീസസ് ആണ് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 100 ദിർഹംസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഞാനതിൽ 110. ഓക്കെ, ഞാനത് സേവ് ചെയ്തു. ഞാനിത് ഔട്ടറിൻ്റെ ബാർകോഡാണ് ഞാൻ ബാർകോഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു പീസസിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പീസസിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുമ്പോൾ പീസസ് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ പീസസ് പെർ ടൈപ്പ് 1 എന്ന് കൊടുത്തു. ഓക്കെ,
1 എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഔട്ടറിൻ്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ടറിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? ഔട്ടറിൻ്റെ പ്രൈസ് നമുക്ക് 100 dirhams ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 100 dirhams ഇൻറ്റു ഡിവൈഡഡ് ബൈ 12, 100 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഒരു പീസിൻ്റെ പ്രൈസ് കിട്ടി, കോസ്റ്റ് കിട്ടി 8.33. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും നമുക്ക് 110 ആയിരുന്നു സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇട്ടിരുന്നത്. ബൈ ഡിഫാൾട്ട് സിസ്റ്റം തന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് 100ലേക്ക് 100 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 110 സെല്ലിംഗ് പ്രൈസ് 110 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. 110 ഡിവൈഡഡ് ബൈ 12 അപ്പോൾ 9.16. ഓക്കെ, അപ്പം 9.16 റൗണ്ട് ചെയ്ത് 9.17 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇത് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, അതുപോലെ കോസ്റ്റ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത്, അതായത് ഔട്ടറിൻ്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പീസസിൻ്റെ കോസ്റ്റും ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ സെല്ലിംഗ് പ്രൈസും അതേപോലെ തന്നെ ഔട്ടറിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ കൊടുത്തത് 110, അതേ ഡിവൈഡഡ് ബൈ ഒരു ഔട്ടറിനകത്ത് എത്ര പീസാണോ ഉള്ളത് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പീസസിൻ്റെ പ്രൈസ് കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പീസസിന് ചിലപ്പം സെയിം ഔട്ടറിൻ്റെ പ്രൈസ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മൾ കൂട്ടിയായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 9.17 എന്നുള്ളത് ചിലപ്പോൾ 9.50 ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കതിനകത്ത് പോയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഔട്ടറിൻ്റെ ബാർകോഡിൻ്റെ കോസ്റ്റ് കിട്ടി, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി, അതിൻ്റെ പീസസിൻ്റെ ബാർകോഡിൻ്റെ പ്രൈസ് കിട്ടി, അതിൻ്റെ കോസ്റ്റും കിട്ടി. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡിൽ നമ്മളിതിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.